വയനാട്ടിൽ സുൽത്താൻ ബത്തേരി സിസിയിൽ ഇന്നലെയും കടുവയിറങ്ങി. കഴിഞ്ഞ ദിവസം പ്രദേശവാസിയുടെ പശുവിനെ ആക്രമിച്ച് കൊന്നിരുന്നു. വനംവകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. വനംവകുപ്പ് തുടർ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്ത്, ഇതിപ്പോൾ എവിടെയാണ് ഈ കടുവയിറങ്ങിയത്? സുജിത്ത്, ഇന്നലെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായ ഞാറക്കൽ സുരേന്ദ്രന്റെ വീട്ടിൽ തന്നെയാണ് വീണ്ടും കടുവ എത്തിയത്. പാതി തിന്ന നിലയിലായിരുന്നു ഈ പശുക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത്. 8 മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് ജഡം കണ്ടെത്തിയിരുന്നത്. ആ ജഡത്തിൽ സമീപത്ത് തന്നെയാണ് വീണ്ടും കടുവ കഴിഞ്ഞ ദിവസം എത്തിയത്. CCTV മേഖലയിലെ ആളുകൾ CCTV സ്ഥാപിച്ചിരുന്നു. ആ CCTVയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കടുവ വീണ്ടും എത്തുന്നതും ആ പ്രദേശത്ത് എത്തുന്നതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുള്ളത്. വനംവകുപ്പിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങളുണ്ട്. ആദ്യം കൂട് സ്ഥാപിക്കാൻ ആവില്ല എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ആദ്യം തന്നെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിരീക്ഷണത്തിന് വിധേയമാക്കും. ഈ നിരീക്ഷണത്തിന് ശേഷമാകും തുടർ നടപടികളുമായി കൂട് സ്ഥാപിക്കുക. കൂട് സ്ഥാപിക്കാനുള്ള നീക്കം ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് വനംവകുപ്പിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നത്. എന്തായാലും അത് വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് ഈ കടുവ മുതിരുകയാണെങ്കിൽ സ്വാഭാവികമായും മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള ദൗത്യങ്ങളിലേക്ക് കടക്കാനാണ് വനംവകുപ്പ് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വാഗേരി എന്ന് പറയുന്ന പ്രദേശം, അതായത് മൂടക്കൊല്ലി എന്ന് പറയുന്ന പ്രതീഷിന്റെ മൃതദേഹം കണ്ടെത്തിയ ആ പ്രദേശത്തിന്റെ ഏതാണ്ട് 3.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ CC എന്ന് പറയുന്ന പ്രദേശം. ആ CCയിലാണ് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. പ്രത്യേകിച്ച് കടുവയുടെ സാന്നിധ്യം അടിക്കടി ഈ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ആശങ്ക ആളുകൾ പ്രകടിപ്പിക്കുന്നത്. ശരി, ഏതായാലും കഴിഞ്ഞ ദിവസം കടുവ എത്തി അതേ സ്ഥലത്ത് തന്നെ വീണ്ടും എത്തിയിരിക്കുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തുടർ നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുന്നുവെന്നാണ് സുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.